ഈ കഥ ഇവിടെ തുടങ്ങുന്നു. റൂമിലെത്തിയതും ലളിത കട്ടിലിൽ ഇരുന്നു മുഖം കൈകളിൽ പൂഴ്ത്തി. എന്താ ലളിതേ? അയാൾ ലളിതയുടെ ചുമലിൽ തൊട്ടു. എന്തുപറ്റി? അരിയേട്ടാ, അതൊരു തേങ്ങലായിരുന്നു. എനിക്കിപ്പോൾ മോനെ കാണണം. കൈകളിൽ നിന്ന് ശിരസ്സു പൊക്കിയപ്പോൾ അവളുടെ മുഖം നനഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കനത്ത വേദന കലങ്ങിക്കിടന്നു. നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. ബർത്ത്ഡേ ആയിട്ട് അവനില്ലാതെ. ലളിതയുടെ ശബ്ദം ചിലമ്പി. എനിക്കെന്തോ വയറ് കാളുന്നു. ഇപ്പോ പൂവ്? ഏതായാലും അത് വേണ്ട. രാവിലെ നേരത്തെ പോകാം. രാത്രിയുടെ നീളം മുഴുവൻ അവർ പണിപ്പെട്ടളന്നു. സൗപർണിക ഉണരുന്നതിനു മുൻപേ അവർ പുറപ്പെട്ടു. കാറിൽ കയറിയതും ലളിത തിരക്കിട്ട് പറഞ്ഞു, സുന്ദര, എറണാകുളത്ത് മോന്റെ വീട്ടിലേക്ക്. ലളിതയുടെ ശബ്ദത്തിൽ കോട കനത്തു. പറന്നെത്തണം ട്ടോ. സുന്ദരൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞിന്റെ പുകമറക്കുള്ളിലൂടെ ആ വേഗം കൂടിയ മനസ്സുപോലെ കാറ് ചീറിപ്പാഞ്ഞു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ദിവസം പുതിയൊരു കഥയുമായി